കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞ് തളർന്ന് എനിക്ക് തോന്നുന്നു റോക്കി ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. റോക്കി ഈ കിടക്കുന്ന പോലെയാണ് നമുക്കിപ്പോൾ കൺഫെഷൻ റൂമിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് യാതൊന്നും ഇതുവരെ പറയുന്നില്ല. കാരണം ബിഗ് ബോസിന് ഡിസിഷൻ എടുക്കാൻ ടൈം വേണം. പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അവർക്ക് ലീഗൽ ടീമുകളായിട്ട് സംസാരിക്കേണ്ടി വരും, ഇന്റേണലായിട്ട് അവർക്ക് ചർച്ച ചെയ്യേണ്ടി വരും, പിന്നെ ഓഡിയൻസ് ഇതെങ്ങനെ എടുക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും, സിജോയുടെ കണ്ടീഷനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും, പുറത്തുള്ള അദ്ദേഹത്തിന് പുറത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഒപ്പം ഈ പറയുന്ന റോക്കിയുടെ മെന്റൽ കണ്ടീഷനെ കുറിച്ച്, അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് മാനസികമായിട്ട് അദ്ദേഹം തകർന്നിരിക്കുകയാണ്, അപ്പോൾ ഈ വ്യക്തിയെ പുറത്താക്കിയാൽ എങ്ങനെ, തിരിച്ചെടുത്താൽ എങ്ങനെ, എല്ലാ വശങ്ങളും അവർ ചിന്തിക്കേണ്ടി വരും, ചർച്ച നടത്തേണ്ടി വരും. കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബിഗ് ബോസിന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണം. ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കും. അപ്പോൾ കുറച്ചധികം സമയം വേണമെങ്കിൽ സ്പോട്ട് എവിക്ഷൻ അല്ലെങ്കിൽ സ്പോട്ട് ഇജക്ഷൻ ഒന്നും ചെയ്യത്തില്ല. പകരം ഒരു പ്രത്യേകമായിട്ടൊരു റൂമിലേക്ക് മാറ്റും. പിന്നീട് ഡിസിഷൻ എടുത്തതിന് ശേഷം അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് വരെ പോകും. അതല്ല എങ്കിൽ അതിനേക്കാളും അടിയന്തരമായിട്ട് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. റോക്കിയെ പുറത്താക്കേണ്ടതുണ്ടെങ്കിൽ ഉടൻ തന്നെ പുറത്താക്കും. അതല്ല, വലിയ ഗൗരവം കൊടുക്കാതെ സോൾവ് ചെയ്യേണ്ട ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് സോൾവ് ചെയ്തിട്ട് ഇവരെയൊക്കെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് എല്ലാവരുടെയും ഒപ്പീനിയൻസ് ചോദിച്ചതിന് ശേഷം അവരുടെ തീരുമാനം അനുസരിച്ച് തിരിച്ചെടുക്കാം. ഇത് ബിഗ് ബോസ് ഇത് ഏത് രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ആശയക്കുഴപ്പം അവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് റോക്കിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.